Hello friends, once again welcomes to Everything Happiness channel. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കപ്പലിൽ ഭൂതമോ എന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങുകയാണ്. വെൽക്കം ടു എവരിത്തിങ് ഹാപ്പിനെസ് ചാനൽ. ഐ ആം ഗ്രാൻഡ് മാസ്റ്റർ ക്യാപ്റ്റൻ ഷാജി മാത്യു. കഴിഞ്ഞ എപ്പിസോഡിൽ കപ്പലിൽ ഭൂതമോ എന്നുള്ളതിൻ്റെ പാർട്ട് 1 നമ്മൾ പറഞ്ഞു. ഈ പ്രാവശ്യം കപ്പലിൽ ഭൂതമോ എന്നുള്ളതിൻ്റെ പാർട്ട് 2 അവതരിപ്പിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ സൂചന ഞാൻ പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കപ്പൽ ചിറ്റാഗോങ് തുറമുഖത്തിൽ ക്യാപ്റ്റനും കോ ക്യാപ്റ്റനും ജോയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടായ ബുദ്ധിമുട്ടും ക്യാപ്റ്റൻ കപ്പലിൽ കയറിയ ഉടനെ തന്നെ കിഴക്ക് എഞ്ചിൻ റൂമിൽ ബോധം കെട്ട് വീഴുകയും അതിനുശേഷമുണ്ടായ സംഭവ പരമ്പരകളും പറഞ്ഞു. ഈ പ്രാവശ്യം അതിൻ്റെ തുടർച്ച ആയിട്ട് അന്നത്തെ രാത്രി കാറ്റും കോളും നിറഞ്ഞ് ബംഗാൾ സമുദ്രം ചിറ്റാഗോങ് തുറമുഖം ഭയങ്കര പ്രക്ഷുബ്ധമായിരുന്നു. പഴയ കപ്പലാണ് എംവി ഋഷികേശ്. നങ്കൂരം പറിച്ചുകൊണ്ട് കപ്പൽ പോകുമോ എന്ന് ഭയപ്പെട്ടു ക്യാപ്റ്റനും കോ ക്യാപ്റ്റനും. എങ്കിലും നങ്കൂരമൊന്നും പൊട്ടിപ്പോയില്ല. പിറ്റേ ദിവസം രാവിലെ 5:30 മണിക്ക് ഒരു ആരവവും ബഹളവും കേട്ടുകൊണ്ട് കോ ക്യാപ്റ്റൻ എഴുന്നേറ്റു. കോ ക്യാപ്റ്റൻ്റെ റൂമിൻ്റെ ഡോറിൽ ആരോ ശക്തിയായി മുട്ടുന്നു. ഉടനെ റൂം തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നു. അവർ പറഞ്ഞു, സാർ ക്യാപ്റ്റൻ വിളിക്കുന്നു. ഉടനെ ക്യാപ്റ്റനെ കാണുന്നു. കോ ക്യാപ്റ്റൻ ഉടനെ തന്നെ ക്യാപ്റ്റൻ്റെ റൂമിലെത്തി. അപ്പോൾ അവിടെ ധാരാളം പേർ കൂടി നിൽക്കുന്നു. ക്യാപ്റ്റൻ പറഞ്ഞു, ഉടനടി ഏജൻറ്റിനെ വിളിക്കണം. ചീഫ് എഞ്ചിനീയർക്ക് ഹാർട്ട് അറ്റാക്കാണ്, ഗുരുതരാവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് വോട്ട് വിളിച്ച് ചീഫ് എഞ്ചിനീയർക്ക് മെഡിക്കൽ എയ്ഡ് കൊടുക്കണം. എന്താണ് ഈ കപ്പലിൽ സംഭവിക്കുന്നത് എന്നുള്ള ദുരൂഹമായ കാര്യത്തെപ്പറ്റി വിചാരിച്ചുകൊണ്ട് ഉടനടി തന്നെ ചിറ്റാഗോങ്ങിലെ ഏജൻറ്റിനുമായി ബന്ധപ്പെട്ടു. ഏജൻറ്റ് പറഞ്ഞു, നേരം വെളുത്ത് 8-9 മണിയാകുമ്പോഴത്തേക്കും സർവീസ് ബോട്ട് എത്തിക്കാം. ആ സർവീസ് ബോട്ടിൽ ചീഫ് എഞ്ചിനീയറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അക്ഷമരായി സർവീസ് ബോട്ട് നോക്കിയിരുന്നു. ഏതാണ്ട് 9:30 സർവീസ് ബോട്ട് എത്തി. കടൽ പ്രക്ഷുബ്ധമാണ്, ഊറ്റൻ തിരമാലകൾ അടിക്കുകയാണ്. ക്യാപ്റ്റനെ ഒരു വിധത്തിൽ വാരിയെടുത്ത് കപ്പലിൽ കയറ്റിയ മാതിരി തന്നെ ഒരു വിധത്തിൽ വളരെ ബുദ്ധിമുട്ടി ചീഫ് എഞ്ചിനീയറെ എങ്ങനെയോ സർവീസ് ബോട്ടിൽ എത്തിച്ചു. സർവീസ് ബോട്ട് ഷോർ തുറമുഖം ലക്ഷ്യമാക്കി കുതിച്ചു വന്നു. പിന്നീട് അറിഞ്ഞു ചീഫ് എഞ്ചിനീയറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ചീഫ് എഞ്ചിനീയർക്ക് അറ്റാക്കിൻ്റെ ആരംഭമായിരുന്നു. സിവിയർ ചെസ്റ്റ് പെയിൻ ആയിരുന്നു. അറ്റാക്കിൻ്റെ സൂചന ഉണ്ടായിരുന്നുവെന്ന് സ്കാനിങ്ങിൽ മനസ്സിലായി. ഇനിയിപ്പോൾ ചീഫ് എഞ്ചിനീയർക്ക് ഷിപ്പിൽ സെയിലാകാൻ പറ്റില്ല. വേറെ ചീഫ് എഞ്ചിനീയർ വരണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായി. കപ്പൽ സിംഗപ്പൂർ വഴി ആസ്ട്രേലിയക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. ആസ്ട്രേലിയയിൽ നിന്ന് ലോഡ് ചെയ്ത് വീണ്ടും ഇന്ത്യക്ക് വരാനുള്ള റൂട്ടായിരുന്നു. അങ്ങനെ ചീഫ് എഞ്ചിനീയർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി. സുഹൃത്തുക്കളെ, ഇതിൽ ദുരൂഹമായിട്ടുള്ള സംഭവങ്ങൾ തീർന്നിട്ടില്ല. ഇത് തുടരുകയാണ്. ഇനി അടുത്ത സംഭവവികാസങ്ങൾ അടുത്ത ലക്കത്തിൽ പറയാം. ദയവേത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു വെരി മച്ച്.